പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തി. ചവറ കൊട്ടുകാട് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തിയത്. ചവറ കൊട്ടുകാട് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചത്. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചരിത്രത്തിലാദ്യമായിട്ട് ഇസ്രായേലിന് അനുകൂലമായിട്ടൊരു നിലപാട്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം നേരത്തെ പറഞ്ഞു, രാജ്യം ഇവിടെ ഭൂജാതമായ ആ കാലഘട്ടം തൊട്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നെഹ്റുവിൻ്റെ കാലം തൊട്ട് നമ്മളെന്നും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നത് പലസ്തീനോടൊപ്പമായിരുന്നു. ആ നിലപാടിൽ നിന്നും പിന്നോക്കം പോകാൻ ആദ്യം ഒരു ലാഞ്ചനയൊക്കെ ഉണ്ടായി. ജനരോഷം, ജനഹിതം അതിനെതിരാണെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ആ നിലപാടിൽ നിന്നും തിരുത്തുവാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായി എന്നുള്ളത് നമുക്കും ഒരു പാഠമാണ്. ലോകത്തെമ്പാടും ഇത്തരണത്തിൽ ഇസ്രയേലിനും അമേരിക്കയ്ക്കും അനുകൂലമായിട്ട് നിലപാടെടുക്കുന്ന ഓരോ രാജ്യത്തിലെയും പൗരന്മാർ ഉയർന്നു തന്നെ പ്രവർത്തിക്കേണ്ടതാണ്. അവരെ ശരിക്കും പറഞ്ഞാൽ നമ്മളാണ് അവർക്ക് ഈ പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് നമുക്കെതിരെ 50% തീരുവ പ്രഖ്യാപിച്ചിരിക്കണം. നമ്മളാണ് തീരുവ പ്രഖ്യാപിക്കേണ്ടത്. അമേരിക്ക അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ തീരുവ പ്രഖ്യാപിക്കണം, സ്വയം തീരുവ പ്രഖ്യാപിക്കണം. അവരെ പൂർണ്ണമായിട്ട് നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യുന്ന ഓരോ ആമസോണിലും നമ്മൾ കുത്തുമ്പോൾ ഓർത്തോണം, ഇത് നമ്മുടെ സഹോദരങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് പിന്താങ്ങുന്ന ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾക്ക് വിരലുകൾ അമർത്തുന്നത്. കൊട്ടുകാട് കൂട്ടായ്മ ചെയർമാൻ സിറാജ് കൊട്ടുകാട് അധ്യക്ഷത വഹിച്ചു. സക്കീർ ഹുസൈൻ സ്വാഗതം പറഞ്ഞു. മാധ്യമപ്രവർത്തകൻ അഭിലാഷ് മോഹനൻ വിഷയം അവതരിപ്പിച്ചു. ഷിബു ബേബി ജോൺ മുഖ്യപ്രഭാഷണവും അനുമോദനവും നിർവഹിച്ചു. നൌഷാദ് കുറ്റേജത്ത് ആദരവ് ഏറ്റുവാങ്ങി. ജി മുരളീധരൻ, R അരുൺരാജ്, K യൂസഫ് സലീം, നിസാം BBK തുടങ്ങിയവർ പങ്കെടുത്തു. ഗാസയ്ക്കായുള്ള ദുആയ്ക്ക് കൊട്ടുകാട് മഹല്ലിമാം ഷാമിൽ ഇർഫാനി ആട്ടീരി തങ്ങൾ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ.